ഇനി നമ്മുടെ യാത്ര അവന്തികയുടെ ഫ്ലാഷ് ബാക്കിലേക്കാണ്. വിവാഹത്തിന് മുൻപുള്ള അവന്തികയുടെ ജീവിതത്തിലേക്ക്. നന്ദേട്ടാ നിക്ക്. നന്ദേട്ടാ നിക്ക്. നന്ദേട്ടാ നിക്ക്. എന്താ ഉണ്ടായത്? എന്തിനാ അച്ഛൻ നന്ദേട്ടനെ തല്ലിയത്? നന്ദേട്ടാ നന്ദേട്ടാ നന്ദേട്ടാ. ഹലോ അമ്മാവാ. ഹലോ അമ്മാവാ, ഞാൻ അവന്തികയാ. പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ ഹലോ അമ്മാവാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടോ താൻ എന്നെ ചതിക്കരുതല്ലോ. ചതിയോ? ഞാനാരും ചതിച്ചിട്ടില്ല. അവന്തിക എന്ന എന്റെ മകളെ ഞാൻ സഹായിക്കുകയാണ് ചെയ്തത്. നീ എന്ത് കരുതി? വഴിയരിയിൽ അപ്രതീക്ഷിതമായി വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയ അപരിചിതനാണ് ഞാനെന്ന്. എന്നാൽ അങ്ങനെയല്ല. നീ ആരാണെന്നും എന്താണെന്നും മുൻകൂട്ടി അറിഞ്ഞ് നിന്റെ മുന്നിലേക്ക് വന്നതാണ് ഞാൻ. നിന്റെയും അവന്തികയുടെയും വിവാഹത്തിൽ കണ്ട ഓർമ്മയിൽ നീ എന്നെ തിരിച്ചറിയുമോ എന്ന് ഞാൻ ആദ്യമൊന്ന് ഭയന്നു. പക്ഷേ ഒരു തവണ മാത്രം കണ്ട് പരിചയമുള്ള ഈ മുഖം ഇത്രയും വർഷം തടവറയിൽ കഴിഞ്ഞ നിന്റെ ഓർമ്മയിൽ നിന്ന് എന്നോ മാഞ്ഞുപോയി എന്ന് എനിക്ക് മനസ്സിലായി. നീ എന്ത് കരുതി? ഓടിച്ചെന്ന് നെല്ലിശ്ശേരിയിൽ പോയി എല്ലാവരെയും അറിയിച്ച് അവന്തികയെ നിനക്കവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന്. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കിക്കോ, അവന്തികയുടെ കയ്യിൽ നിന്നും നിനക്കൊരു മോചനം ഇല്ല നന്ദ. അങ്ങനെ ഒരു മോചനം ഉണ്ടെങ്കിൽ അത് മരണമായിരിക്കും. എന്റെ ഈ രക്ഷപ്പെടൽ വെറുതെ ആവില്ല. തനിക്ക് ഈ വീടിനകത്ത് എന്നെ എത്ര ദിവസം പൂട്ടിയിടാനാവും? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും. നെല്ലിശ്ശേരിയിൽ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ പോയി എല്ലാം ഞാൻ വിളിച്ചു പറയുകയും ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് എന്നെ ഇപ്പോഴും ഈശ്വരൻ ജീവനോടെ വച്ചേക്കുന്നത്. ഇപ്പോ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കാണേണ്ടവരൊക്കെ കണ്ടിട്ട് തന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട്. വിടാൻ
എടോ വാതിൽ തുറക്കാൻ. എടോ, എടോ തുറക്കാൻ. വാതിൽ തുറക്കണോ? എടോ വാതിൽ തുറക്കാൻ. എടോ. അമ്മാവാ, മോളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അമ്മാവാ? നേരത്തെ വിളിച്ചിട്ട് അമ്മാവൻ എന്താ ഫോണിലൊന്നും മിണ്ടാത്തെ? മോളെ, ആ കോൾ എടുത്തത് ഞാനല്ല, പിന്നെ നന്ദന. അവനിപ്പോൾ എല്ലാം മനസ്സിലായി. അവനും ഞാനും വാക്ക് തർക്കമായി. അവസാനം പിടിവലിയായി. എന്നിട്ടിപ്പോ നന്ദൻ ഇവിടെ? അവനെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷേ ഇനി അവനെ അധിക ദിവസം ഇവിടെ നിർത്താൻ കഴിയില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് അവനെ മാറ്റണം. ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച അപ്പുറത്തെ ഇപ്പുറത്തുള്ളവരൊക്കെ അറിയും. പുറത്തറിഞ്ഞാൽ അറിയാലോ അപകടം. തൽക്കാലം അവിടെ നിന്ന് നന്ദൻ രക്ഷപ്പെടാതെ നോക്കിയാൽ മതി. ബാക്കി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. അമ്മാവന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? നിനക്ക് വേറെ കുഴപ്പമൊന്നും വരാതിരുന്നാ മതി. ഇനി നീ പറയാതെ അവനെ ആ മുറിയിൽ നിന്ന് പുറത്തിറക്കില്ല. എന്താ, അതുപോലെ? അമ്മാവാ, നന്ദൻ എന്ന പേര് പോലും ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. അതാ നല്ലത്. നീ ഫ്രീ ആവുമ്പോൾ ഇങ്ങോട്ടിറങ്ങ്. നമുക്ക് നേരിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം. ശരി. താൻ വീട്ടിൽ ചെന്നിട്ട് പഴയ ഫയലോ ആൽബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് നോക്കണം. ചിലപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുൻപുള്ള അവന്തികയുടെ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ? പിന്നെ സച്ചിയോടോ മറ്റോ സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവന്തികയെക്കുറിച്ച് തിരക്കണം.
ഇതെന്താ ഇതൊക്കെ എടുത്ത് പുറത്തു വെച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല സച്ചേട്ടാ, ഞാൻ അലമാരയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഇത് കണ്ടു, അതെടുത്ത് നോക്കുകയായിരുന്നു. സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കേ. അന്ന് നന്ദേട്ടൻ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ ദിവസം എന്ത് കാര്യത്തിന് വേണ്ടിയാ അച്ഛനും നന്ദേട്ടനും തമ്മിൽ വഴക്കായത്? ഇപ്പൊ എന്താ താൻ അതേക്കുറിച്ച് ചോദിക്കാൻ? ഏയ് മറ്റൊന്നുമില്ല, ഈ ആൽബം നോക്കിയപ്പോ നന്ദേട്ടൻ്റെ ഫോട്ടോ കണ്ടു, അങ്ങനെ ചോദിച്ചതാ. അതിനെക്കുറിച്ച് എനിക്കും വലിയ ധാരണയൊന്നുമില്ല. ആ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു. തിരികെ വന്നപ്പോഴാ നന്ദേട്ടനും അച്ഛനും തമ്മിൽ വഴക്കായിന്നും നന്ദേട്ടൻ ഇറങ്ങിപ്പോയിന്നും ഞാൻ അറിയുന്നത്. ഞങ്ങൾ കുറെ തിരക്കി, കാണാത്തോണ്ട് പോലീസിൽ പരാതിയും കൊടുത്തു. കുറച്ചു ദിവസത്തെ അന്വേഷണത്തിന് ശേഷം അവരും കൈമലർത്തി. പിന്നെ മരിച്ചുപോയി കാണൂന്ന് എങ്ങനെ ഉറപ്പിച്ച്? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തിരിച്ചു വരുമായിരുന്നല്ലോ. പത്രത്തിലും ടി വിയിലും ഒക്കെ അന്ന് പരസ്യം കൊടുത്തിരുന്നു. ഇപ്പോ ഇത്രയും വർഷമായില്ലേ, ഇതുവരെ ഒന്ന് വിളിക്കുകയോ കത്തയക്കുക പോലും ചെയ്തില്ലല്ലോ. കണ്ടവരുമില്ല. അപ്പോ പിന്നെ മരിച്ചു എന്ന് വിധി എഴുതി. ഇപ്പോഴൊക്കെ അച്ഛനും അത് വിശ്വസിച്ചു തുടങ്ങിയത്. നേരത്തെയൊക്കെ നന്ദേട്ടൻ തിരികെ വരുന്നതും കാത്ത് അച്ഛയിരിക്കായിരുന്നു. ഏട്ടത്തി ശരിക്കും ഏത് നാട്ടുകാരിയാ? ഏട്ടത്തിക്ക് ബന്ധുക്കൾ ആരുമില്ലേ? അല്ല, ഞാനിവിടേക്ക് വന്നതിന് ശേഷം ബന്ധുക്കൾ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പാർട്ട്ണറും ആയിരുന്നു ഏട്ടത്തിയുടെ അച്ഛൻ. ഏട്ടത്തിയുടെ അച്ഛൻ്റെ മരണശേഷം ഏട്ടത്തി ഏതോ വകയിലെ അമ്മാവൻ്റെ ഒപ്പമായിരുന്നു താമസം. അടുത്ത സുഹൃത്തിൻ്റെ മകൾ ഒറ്റപ്പെട്ട് പോകണ്ടെന്ന് കരുതി നന്ദേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാ അച്ഛൻ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഏട്ടത്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നന്ദേട്ടനുമായുള്ള വിവാഹത്തിൻ്റെ അന്ന്. ബന്ധുക്കളായിട്ട് ആ അമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. സച്ചേട്ടാ, ആ അമ്മാവിന്റെ വീടറിയോ സച്ചേട്ടന്? വീടറിയില്ല. സ്ഥലം വെഞ്ഞാറമൂടോ മറ്റാണെന്ന് എൻ്റെ ഓർമ്മ. ഇപ്പൊ എവിടാണെന്ന് ഒരു പിടിയില്ല. അല്ല, താനെന്താ നന്ദേട്ടനെ കുറിച്ചും ഏട്ടത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നേ? വെറുതെ അറിയാനൊരു കൗതുകം. നന്ദേട്ടനും കൂടി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അത് ഈശ്വരനറിയാം. അതല്ലേ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയി കളഞ്ഞത്. വാ, എന്തായി നിന്റെ പ്രശ്നങ്ങളൊക്കെ? ഒന്ന് കഴിയുമ്പോ അടുത്തത്. ഇത്രയും നാളും അർച്ചന എന്ന് പറയുന്നവളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോ അവളുടെ അനിയത്തെയും കൂടെ കെട്ടിയെടുത്തിരിക്കയല്ലേ. പോരാത്തന്നെ അവള് ഗർഭിണി. നെല്ലിശ്ശേരിയിലെ മുഴുവൻ സ്വത്തും ആ കൊച്ചിന്റെ തലയിൽ എഴുതി വെക്കാനാ അങ്ങേരുടെ പ്ലാൻ. ഇപ്പൊ അതിനെ നശിപ്പിക്കാനാ കളികളൊക്കെ. 1-2 വട്ടത്തെ ശ്രമമൊക്കെ അപ്പാടെ പാളിപ്പോയി. അനഘമോളെ ചതിച്ച എല്ലാ പേരെയും കൊല്ലാൻ പാടില്ലായിരുന്നോ നിനക്ക്? അവളുമാരെ മാത്രമല്ലല്ലോ, സേതുമാധവൻ മുതൽ ഇങ്ങോട്ട് എല്ലാത്തിനെയും കൊല്ലണ്ടേ?
അതിനി അധിക സമയമൊന്നും ഇല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇനിയും വച്ച് താമസിപ്പിക്കുന്നത്? അങ്ങനെ ആയുസ് നീട്ടി നീട്ടി ജീവിക്കേണ്ടവരല്ല അവിടെ ഉള്ളവരാരും. നിന്റെ കരുണ കൊണ്ട് മാത്ര അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കരുണ അവരോട് കാണിക്കേണ്ട കാര്യവുമില്ല നിനക്ക്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാത്തിനെയും കൊല്ലണം. അതും വളരെ ക്രൂരവും മൃഗീയവുമായി തന്നെ. ഒരെണ്ണം പോലും ഒരു സാധാ കൊലപാതകമാകരുത്. നീ പകരം വീട്ടി കഴിയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു മുഖവും നെല്ലിശ്ശേരി തറവാട്ടിൽ അവശേഷിക്കരുത്. അത്രയ്ക്ക് മാത്രം നിന്നെ അവർ ദ്രോഹിച്ചിട്ടുണ്ട്. അത് പോട്ടെ, എവിടെ എന്റെ അഭിവന്ദ്യ ഭർത്താവ്? ജീവനോടെ ഉണ്ടോ അതോ അമ്മാവൻ തട്ടിയോ? നീ വില പറഞ്ഞുറപ്പിച്ച് നിർത്തിയിരിക്കുന്ന നേർച്ചക്കൊഴിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ കർമ്മങ്ങളെല്ലാം നിന്റെ കൈ കൊണ്ട് തന്നെ ആയാൽ മതി. ചെന്ന് സംസാരിക്കണം. ഒരിടവേളയ്ക്ക് ശേഷം എന്നെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഭാവവ്യത്യാസം എനിക്ക് നേരിട്ട് തന്നെ കാണണം. ഇത്രയും വർഷത്തിനിടയിൽ എവിടെയെല്ലാം ഇങ്ങനെ വന്ന് മുഖാമുഖം നിന്നേക്കുന്നു, സംസാരിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ദാ ഇതുപോലെ അവസാനം എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടിട്ടുമുണ്ട്. തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്റെ കയ്യിൽ നിന്ന് ജീവനോടൊരു മടങ്ങിപ്പോക്കില്ലാന്ന്? അതൊക്കെ നിന്റെ തോന്നലാണെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ അവന്തികെ? നീ എന്നെ കൊല്ലുന്നത് പോയിട്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കൂടി വന്ന നീ മാനസികമായി എന്നെ ഇനിയും തകർക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്നേക്കാൾ നന്നായി നിനക്കറിയുകയും ചെയ്യാം. മതി. കൂടുതൽ വായ്ത്താളൊന്നും വേണ്ട. ഇപ്പോ ഇവിടെ വെച്ച് എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാം. പിന്നെ ചെയ്യാത്തത് എന്റെ പകരം വീട്ടലിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോ ആദ്യത്തെ മരണം എന്റെ അച്ഛനെയും എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ നെല്ലിശ്ശേരി സേതുമാധവനിൽ നിന്ന് തുടങ്ങണമെന്ന് കരുതിയിട്ടാ. ആദ്യം അയാളാ, പിന്നെ നീ, അതിനുശേഷം നിന്റെ സഹോദരങ്ങൾ. ഓരോന്നോരോന്നായി ചത്തും മലക്കുമ്പോഴേ അവന്തികയുടെ പകയ്ക്ക് അറുതി വരൂ. ഒരുമിച്ച് എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വേണം അവന്തികയ്ക്ക് പിന്നെ സകല സുഖസൗകര്യങ്ങളോടെയും ജീവിക്കാൻ. അവന്തികേ, നീ പറയുന്നതിനും ചെയ്യുന്നതിനും എല്ലാം ചേർത്ത് ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. കാരണം ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയിൽ നിന്ന് നീ സ്വന്തമായി ഉണ്ടാക്കിയ കഥകളാണ്. ഞാനോ എന്റെ വീട്ടുകാരോ നിന്നെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല, ദ്രോഹിക്കുകയില്ല. ഇതിനെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ തെറ്റിദ്ധാരണകൾക്കൊക്കെ എത്ര പ്രായശ്ചിത്തം ചെയ്താലും മതിയാകാതെ വരും അവന്തികയെ നിനക്ക്.
ഇല്ല, ഒരു തെറ്റിദ്ധാരണയില്ല. നല്ല ധാരണകൾ തന്നെ എന്റെ മനസ്സിൽ. ഓർമ്മിപ്പിക്കണോ ഞാൻ? വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ? ചിലപ്പോ നിങ്ങളുടെ ഓർമ്മകൾക്ക് ക്ലാവ് പിടിച്ചു കാണും. പക്ഷെ എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല.